ഗൈസ് അങ്ങനെ പനീന്റെ ആഫ്റ്റർ എഫക്ട് കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നും അല്ലാതെ ഈ കാണുന്ന ഗാർണിയറിന്റെ ഹെയർ ഇതുപോലത്തെ കുറെ ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മേക്കപ്പ് സ്പഞ്ച് അതുപോലെ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലത്തെ കുറെ ക്യൂട്ട് പാക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാൻ നോക്കി, പക്ഷെ അത് ഫുള്ളി പാക്ഡ് ആയിരുന്നു ഗൈസ്. സോ എന്റെ ആ ശ്രമം അവിടെ ഞാൻ വീണ്ടും അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. കാരണം നെസ്റ്റോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിക്കാനാണ് പോയത് അത് നമ്മൾ മറന്നു പോകും. പകരം നമ്മൾ പല സാധനങ്ങളും കയ്യിൽ വാരി എടുക്കുകയും ചെയ്യും, കാശ് പൊട്ടിക്കുകയും ചെയ്യും. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അവിടെ പലതും കാണും, അങ്ങനെയൊന്നും നമ്മൾ വീണ് പോകാൻ പാടില്ല. പിന്നെ ഈ കാണുന്ന ആ ബ്ലാക്ക് ജഗ്ഗിലെ ഗൈസ്, ഓ മൈ ഗോഡ്, അതിന്റെ ഭംഗി നിങ്ങൾ നോക്കിക്കേ. അതിന്റെ കാശ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ 2 വർഷം തിരിച്ചു മറിച്ച് നോക്കിയത്. പക്ഷെ എവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് തുറന്നു നോക്കി, എൻ്റെ ഉള്ളിലുണ്ടോ നോക്കാൻ. പോയാൽ കുടത്തിലും തപ്പണം എന്നാണല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ തപ്പി, പക്ഷെ കിട്ടിയില്ല എനിക്ക്. അങ്ങനെ ഞാൻ ആ ശ്രമവും അവിടെ ഉപേക്ഷിച്ചു. വീണ്ടും ഞാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കിയപ്പോൾ കുറേ കുഞ്ഞു ക്യൂട്ട് ടിന്നുകൾ. ഓ മൈ ഗോഡ്, അതിനകത്ത് നമ്മുടെ ഈ അച്ചാറുകൾ കിട്ടുവെക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ ടിന്നുകൾ കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിയില്ല. നേരെ ഞാൻ നെസ്റ്റോന്ന് ഇറങ്ങി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ. പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാണ്ടാണ് കേട്ടോ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തിനാ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോകണം, കാണണം, പട്ടി ഷോ കാണിക്കണം, എന്നിട്ട് തിരിച്ചു വരണം, ഇത് തന്നെ. പിന്നെ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലബ് സുലൈമാനി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ കോഫി കാലിക്കറ്റ് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ കുറേ പ്രാവശ്യം അവിടുത്തെ കോഫി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് കോഫിയും കൂടെ കുടിച്ചിട്ട് പോകാം. കാരണം എന്തായാലും ഓൾറെഡി ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ചൂട് കിട്ടുവാണെങ്കിൽ അത്ര ആശ്വാസമാണല്ലോ. അപ്പം ഞാനങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ കിടന്ന് എന്തെല്ലാം മെനകൃതികൾ കാട്ടാവോ അതെല്ലാം ഞാൻ കിടന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടു? പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയി. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.